കൈപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു പീറ്റർ ചേട്ടനെ പരിചയപ്പെട്ടു. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും 2000-ലധികം രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും രോഗികൾക്ക് ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള പ്രത്യേകമായ ഫുഡും ബൈസ്റ്റാൻഡേഴ്സിനും നല്ല ഭക്ഷണവുമൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു പീറ്റർ ചേട്ടൻ ജനറൽ ആശുപത്രിയിൽ മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വദേശമായ വൈപ്പിനിൽ ഏതാണ്ട് 40-ലധികം രോഗികളെ ശുശ്രൂഷിക്കുന്ന പാലിയേറ്റീവ് കെയർ, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതാണ്, യാതൊരുവിധ ലക്ഷ്യങ്ങളുമില്ലാതെ സുവിശേഷം കൊടുക്കുക, മനുഷ്യർ ദൈവത്തെ അറിയുക, അവർ നിത്യതയിൽ എത്തിച്ചേരുവാനായിട്ട് അവരെ സഹായിക്കുക, ആ ഒരു ലക്ഷ്യമല്ലാതെ ഈ ഭൂമിയിൽ വേറെ യാതൊരു ആഗ്രഹങ്ങളുമില്ലാതെ തികച്ചും നിസ്വാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പീറ്റർ ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ 2ാം ഭാഗം ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. വളരെ സ്വാഗതം. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും അങ്ങേപോലെയുള്ളവർ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങേപോലെയുള്ള ധാരാളം ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, കുറേ ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹം തന്നെ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതെ, അങ്ങേ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ ദൈവം അങ്ങേ തിരഞ്ഞെടുത്തു. അത് നമ്മൾ പ്രത്യേകമായിട്ട് നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. അങ്ങയുടെ ശുശ്രൂഷകളൊക്കെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങ് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിനെല്ലാം പിന്നിലുള്ള ഒരു പവർ ഹൗസ് അല്ലെങ്കിൽ ഒരു പ്രേരക ശക്തി എന്നൊക്കെ പറയുന്നത് നിശ്ചയമായിട്ടും പ്രാർത്ഥന കൂടാതെ ആർക്കും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അങ്ങയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാൽ. എൻ്റെ പ്രാർത്ഥന സമം പ്രവൃത്തി. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോയിട്ട് പ്രവർത്തിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജ്ജീവമാവും. പ്രവർത്തിച്ചിട്ട് പോയിട്ട് പ്രാർത്ഥിക്കാതിരുന്നാലും അത് നിർജ്ജീവമാവും. അതൊരിക്കലും സംഭവിക്കില്ല, നടക്കില്ല. പക്ഷെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചു വരും, ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പം എൻ്റെ പ്രാർത്ഥന എൻ്റെ യേശുവിനെ കൊടുക്കാൻ സാധിക്കും. അത് നമ്മൾ 4 നേരമൊക്കെ ആയിട്ടാണ് ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കണം, ഇത്രയും പേർക്ക്, ബൈസ്റ്റാൻഡർ ഉൾപ്പെടെ. അതൊരു വലിയ സംഭവം തന്നെയാണത്. കാരണം പലവരുടെ പ്രയത്നം കൊണ്ടാണ്, എൻ്റെ മാത്രം അതല്ല. പക്ഷെ ഞാനവിടെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി തന്നെ നമ്മൾക്ക് ഇപ്പുറത്തേക്ക് ഈ സ്ഥാപനം തുടങ്ങണം, അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി നൽമരണത്തിനൊരുക്കുവാനാണ്. മരിക്കുന്ന ആ ഒരവസ്ഥയിൽ, പാലിയേറ്റീവിൻ്റെ അവസ്ഥ, ആ ചികിത്സ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ മഹാത്ഭുതം ഞാൻ ഈ സ്ഥാപനത്തിൽ പലതും കണ്ട്. നിങ്ങൾ വന്നു നോക്കിയാൽ അത് അനുഭവം ഉണ്ടാവും. കാരണം നടക്കുന്ന അവസ്ഥയിലേക്ക്, ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് പലരും നടന്നു പോകുന്ന അവസ്ഥയൊക്കെ ഞാൻ കണ്ടത്. അത് ഞാനല്ലല്ലോ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവല്ല അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മളതിന് നിന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിന് ചെയ്യാൻ ആരെങ്കിലും ഭൂമിയിൽ വേണം. അപ്പം നമ്മൾ കൊടുക്കേണ്ട സമയമാണ് പരമപ്രധാനം. അപ്പം എൻ്റെ സമയം മുഴുവനും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോ വചനങ്ങൾ കിട്ടും, അത് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം ഓരോരുത്തരെ കൊണ്ടുവരും. അല്ലാതെ നമ്മൾ പൈസയും ചോദിച്ചാൽ അങ്ങനെ ആരെയും ശല്യപ്പെടും. അതായത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ ആവശ്യ നേരത്തും അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വചനം നമ്മുടെ ഉള്ളിൽ തരും. അതെ, ഇപ്പം അതൊന്ന് വിശദീകരിക്കാമോ? അതായത് ഇപ്പം ഞാൻ ഓരോ ദിവസം ഇപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യം വിളിച്ചു പറയുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്താണ് കർത്താവ് പറയേണ്ടത്? ദാനിയേൽ പ്രവചനം എനിക്ക് കാണിച്ചു തന്നെ 3-ാം അധ്യായം. അത് 3 യുവാക്കളുടെ കീർത്തനങ്ങളെന്ന് കഴിഞ്ഞ് ഭാഗം കഴിഞ്ഞിട്ട് ഒരു വചനം കിടപ്പുണ്ട്, 11ഉം 12ഉം തിരുവചനം. അങ്ങയുടെ നാമത്തെ പ്രതി തീർത്തും പരിത്യജിക്കരുത്, അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുത്. അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായ ഇസ്ഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെ അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ച് കളയരുത്. എന്നിട്ട് എനിക്കൊരു ബോധ്യം കൂടി ദൈവമായിട്ട് തന്നെയാണ്. അബ്രാഹത്തിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥന ചെയ്യാം. അബ്രാഹത്തിൻ്റെ നാമത്തിൽ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിച്ചിരിക്കും. നീ വരുന്നവരോട് അത് പറഞ്ഞു കൊടുക്കുക. അബ്രാഹത്തിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഈ വചനം വെച്ചിട്ടാണ്. അബ്രാഹത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് ദൈവം സാധിച്ചു. അതായത് അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ഇന്നും സംഭവിക്കുന്നുണ്ട്. നമ്മളത് ചോദിക്കുന്നില്ല.
ഇപ്പോൾ ബോബി അച്ഛൻ നമ്മളുടെ മുമ്പിലൊക്കെ പലരോടും പറയും, അച്ഛൻ തമാശ രൂപേണ ഈ പുസ്തകം ഒന്ന് നിങ്ങൾ തുറക്കെന്ന് പറയും. നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ എത്ര പേര് ഈ പുസ്തകം തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, സ്വരത്തിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് എത്ര നമസ്കാരം എത്ര പേർക്ക് അറിയാം, അല്ലെങ്കിൽ എത്ര പ്രാർത്ഥന അറിയാം, അല്ലെങ്കിൽ എത്ര അവസ്ഥ അറിയാം. പക്ഷെ ഇത് നമ്മളതിന് ഇൻട്രസ്റ്റ് കൊടുക്കണില്ല മാതാപിതാക്കൾ. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഐസൊലേഷൻ വാർഡിൽ, ഇപ്പോൾ തേവര കോളേജ് പല കോളേജുകളിൽ നിന്ന് കുട്ടികളെ വിടും, ഡിഗ്രിക്കാരെയൊക്കെ വിടും. മിക്ക മാതാപിതാക്കളും അവരോട് സംസാരിച്ച് വരുമ്പോൾ ഐസൊലേഷൻ വാർഡിൻ്റെ അകത്തോട്ട് കയറരുത്, പുറത്തൊക്കെ നിന്ന് പോകണം എന്നാണ് പറഞ്ഞു വിടുന്നത്. പക്ഷേ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെയും അനേകം കുട്ടികൾ വന്ന് ഈ രോഗികളെ കുളിപ്പിച്ചു കൊണ്ടുപോയ അവസ്ഥകളൊക്കെ ഞാൻ കണ്ട്. അവരിതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങാടെങ്കിലും നമ്മൾ മാറ്റണമല്ലേ. ഇപ്പം ഇന്ന് പൈസ കൊടുത്താൽ പൈസ ഉള്ളവർക്ക് ഏത് സ്ഥാപനവും ഉണ്ട്. പക്ഷെ നമ്മുടെ സ്ഥാപനം പൈസ വാങ്ങിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമല്ല. പക്ഷെ ആരെങ്കിലും പൈസ തരികയും വേണം. അപ്പോൾ രോഗികളോട് ഉദ്ദേശിച്ചിട്ടല്ല നമ്മളത് തുറന്നേക്കുന്നത്, അത് മറ്റുള്ളവരോട് കണ്ടെത്തി. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണില്ല. ഇന്ന് എൻ്റെ അനുഭവത്തിൽ ഒരു നേഴ്സാണെങ്കിൽ ആ നേഴ്സിന് മക്കളുണ്ടെങ്കിൽ അതിൻ്റെ ആഗ്രഹം ഡോക്ടറാക്കാണ്. ആക്കിക്കോ, കഴിവുണ്ടെങ്കിൽ ആക്കിക്കോ, പൈസ ഉണ്ടെങ്കിലും ആക്കിക്കോ. പക്ഷെ സ്വന്തം മാതാപിതാക്കളുടെ ഛർദിൽ പോരാൻ പറ്റാത്ത ഒരാൾ നേഴ്സും ഡോക്ടറോ ആയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഇടയിൽ ഇതെന്ത് സംഭവിച്ച് ഇന്ന് കർത്താവിനെ മാറ്റി നിർത്തിയേക്കണേണ് നമ്മുടെ ആരാധനാലയങ്ങൾ. ഇന്ന് കർത്താവിന് ആഘോഷമാണ് അവിടെ. ഈ തിരക്കുകൾക്കിടയിലും അങ്ങ് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനായിട്ട് സമയം കിട്ടുന്നു? എൻ്റെ പ്രാർത്ഥന രാത്രികളിൽ ആരെയും കാണിച്ചുകൊണ്ടോ തീർന്ന് ഞാനൊന്നും കാണിക്കില്ല. പിന്നെ നിത്യാരാധന നടത്തി പോയിരിക്കും. ഇപ്പം എൻ്റെ കുർബാനയും വൈകുന്നേരങ്ങളിലാണ്. അല്ലെ, വചനമൊക്കെ ഓരോ സന്ദർഭങ്ങളിലും അങ്ങേക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വേദപുസ്തകമായിട്ടൊരു ബന്ധം ഉണ്ടാകണമല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യകാലങ്ങളിൽ തന്നെ തന്നതാണ് ഓരോ സംഭവം. ഇപ്പോൾ ഉപവാസത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഏശയ്യ 58 കാണിച്ചു തന്നു. അതാണ് യഥാർത്ഥ ഉപവാസം. അത് തുടങ്ങണ എങ്ങനെയാണ്? ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക, എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്ത ജനത എന്നോണം അവർ ദിവസം അന്വേഷിക്കുകയും എൻ്റെ മാർഗങ്ങൾ തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നോട് നീതിവിധികൾ ആരായുന്നു, എന്നോട് അടുക്കാൻ താല്പര്യം കാണിക്കുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ സ്വന്തം സുഖമാണോ തേടുന്നത്? അത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ദൈവം 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നിന്നെ ഞാൻ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എന്താ പറഞ്ഞേക്കുന്നത്? സ്വന്തക്കാരിൽ നീ ഒഴിഞ്ഞു മാറരുത്, പരദേശീയ വീട്ടിൽ സ്വീകരിക്കണം. നമുക്ക് എത്ര പേർക്ക് സാധിക്കണുണ്ട്? അങ്ങ് ഉപവാസമൊക്കെ എടുക്കാറുണ്ടോ ഈ പ്രായത്തിലും? ഉപവാസം ഇപ്പം എനിക്ക് ഷുഗറുണ്ട്, അപ്പം അതുകൊണ്ട് നോൺ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല ഷുഗറൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അതൊന്ന് 10-20 വർഷമായി. പക്ഷെ ഇപ്പം 2 വർഷമായിട്ട് ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട്. അതും കാര്യമായിട്ടൊന്നും അങ്ങനെ ഇല്ല, എന്നാലും അങ്ങനെയാണ് പോകുന്നത്. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങ് കൂടുതലും രാത്രി സമയങ്ങളിലാണ് പ്രാർത്ഥിക്കുന്നത്. അതെ. എന്താ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും? ദൈവമേ, ആർക്ക് വേണ്ടി? നിന്നെ അറിയുന്നു, നിന്നെ അറിഞ്ഞ് മരിക്കുവാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും കൊടുക്കണം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ 2 അക്ഷര പ്രാർത്ഥന, ഒന്ന് മാപ്പ് ചോദിക്കലും പിന്നെ ചെയ്തു തന്നതിനെല്ലാം നന്ദി. അതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവമേ, ഞാൻ ചെയ്തു പോയതിന് എനിക്ക് മാപ്പ് നൽകണമേ, അങ്ങ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി. അതാണ് എൻ്റെ യഥാർത്ഥ പ്രാർത്ഥന. ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചോദിക്കാറില്ല. ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ നമ്മുടെ പിതാവ് അറിയുന്നു. അതെല്ലാവർക്കും കിട്ടും. സൂര്യനും ചന്ദ്രനും കൂടി ഇല്ലേ, എല്ലാവർക്കും വെളിച്ചവും ഇരുട്ടും കിട്ടുന്നില്ലേ? അതെല്ലാവർക്കും ദൈവം കൊടുക്കും. പക്ഷെ ആത്മാവിൻ്റെ രക്ഷ അങ്ങാടി ചെല്ലണം. ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാതെ കിട്ടില്ല. അത് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. നമ്മൾ ആത്മാവിൻ്റെ രക്ഷ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. അങ്ങയുടെ ഈ ശുശ്രൂഷയുടെ എല്ലാം പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ദൈവജനത്തിൻ്റെ ആത്മരക്ഷയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതെ. ഇപ്പം എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അവൻ ഇടവകയിൽ ഏതെങ്കിലും ഇടവക കിട്ടുമ്പോൾ ആ ഇടവകത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിൻ്റെ പൗരോഹിത്യം കൊണ്ട് പ്രയോജനമില്ലെന്നുള്ള കാര്യം മനസ്സിലാവും. അതെ, ആത്മാവിൻ്റെ രക്ഷ അതായിരിക്കണം. കാരണം ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി തന്ന എനിക്ക് ദൈവം. ഈ ആദ്യകാലങ്ങളിൽ ഒരമ്മയും മോനും കൂടി അവിടെ വന്നു. എന്നിട്ട്
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മയും മോനുമാണ്. അമ്മ പറഞ്ഞ് മോനല്ല, മോൻ പറഞ്ഞ അമ്മയല്ല. അവർക്ക് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട്, അത് ചെയ്തു കൊടുത്തു. ആര് വന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും ആദ്യത്തെ, പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇതാക്കാനാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് ബൈബിളിൽ വചനം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തമ്പുരാൻ എനിക്ക് അതിൻ്റെ വചനം നീ നൽകണം, ഈ ആത്മാക്കളെ തിരിച്ചറിയും. അങ്ങനെ എഫേസ്യർ 6-ാം അധ്യായത്തിൽ സംഗതി കിടപ്പുണ്ട്. അവസാനമായി കർത്താവിൽ അവിടുത്തെ ശക്തിയുടെ പ്രാപത്തിലും കരുത്തുള്ളവരാകും. സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ എതിർത്തുക ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും തരും. എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മകൾക്കെതിരായിട്ടാണ് പടപെട്ടേണ്ടത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അങ്ങനെ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷമാവുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തോപ്പ് അണിയുകയും ദൈവജനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങേക്ക് ഈ ബൈബിൾ വചനങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടല്ലോ. അതാ ഞാൻ ചോദിച്ചത്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് സമയം മാറ്റി വെക്കൂ? അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എനിക്ക് സമയം മാറ്റി വെച്ചിട്ടില്ലേ. ഞാൻ അത് പറഞ്ഞ നുണയായിപ്പോവും, വെച്ചിട്ടില്ല. പക്ഷേ ദൈവം എനിക്കിങ്ങനെ കിട്ടുന്നത്ര കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞേക്കണം, ദൈവം ഈ ഭൂമിയിൽ ഞാൻ ഒന്നും സമ്പാദിക്കില്ല. പണ്ടോ ഞാൻ ചെയ്തിട്ടില്ല, ഇനിയില്ല. എൻ്റെ 2 മക്കൾക്ക് ഒരാളെ പുരോഹിതനാക്കണം, ഒരാളെ നീ എൻ്റെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ മറ്റേ ആൾ ഇപ്പോൾ പുരോഹിതനാവും, ഇളയാൾ ഈ ഏപ്രിൽ മാസത്തിനാണ് എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതായത് 2ാമത്തെ മകൻ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വരാം, അങ്ങയുടെ കൂടെ ഈ ശുശ്രൂഷയിൽ സഹകരിയാകാനായിട്ട് നിശ്ചയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഭൂമിയിൽ ഒന്നുമില്ല. പറഞ്ഞാൽ ഭൂമിയിൽ ഒരു 4.5 സെൻറ്റും ഒരു വീടും ഉണ്ട്. അത് മതി പോകുന്നത് വരെ. വേറെ സമ്പാദ്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. വീടും ഒരു സാധാരണ ഒരു വീടും. പലരും വീടൊക്കെ വെച്ച് തരാമെന്നാണ്. എനിക്ക് വേണ്ടെന്നു. ബാങ്ക് ബാലൻസ് ഒന്നുമില്ല? ഒന്നുമില്ല, ഒരു പൈസയില്ല. നീക്കി ബാക്കികളൊന്നുമില്ല? ഇല്ല. ദൈവത്തോട് ഞാൻ അന്നു വേണ്ട ആഹാരമാണ് ചോദിച്ചേക്കണം. ദുർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അന്നു വേണ്ട ആഹാരമാണ് നമ്മൾ ചോദിക്കണം. ശുശ്രൂഷയ്ക്കും അത് തന്നെ ഞാൻ ചോദിച്ചേക്കണം. നീ അന്നു വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നാൽ മതി. ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെ വേറെ ആസ്തികളൊന്നും എവിടെ മേടിച്ചിട്ടില്ല? ബാക്കിയുള്ള ട്രസ്റ്റിൻ്റെ പേരിലാണ്, എൻ്റെ അല്ല. ജെർമിയ ബെർട്ടോണി പാലിയേറ്റീവ് കെയറിൻ്റെ പേരിലുണ്ട്. പിന്നെ ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർബാനക്ക് അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ അത് പണിയണം. ഡ്രസ് വർക്ക് നടത്തി അൾത്താര പണിത് കുർബാന ഈ രോഗികൾക്ക് വേണ്ടി അവിടെ ഒരുക്കണം. അതിന് ഏകദേശം ഒരു 11-12 ലക്ഷം രൂപ വേണം. അപ്പം ഇനി അടുത്ത സംരംഭം അതാണ്. പിന്നെ അവിടെ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പള്ളി പണിയണം. അതെ, അതെന്ന് വെച്ചാൽ ചാപ്പല് പണിതിട്ട് അവിടെ കുർബാന നടത്തുന്ന അച്ഛന്മാരൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു 2 കുർബാനയെങ്കിലും അവിടെ നടത്താൻ വേണ്ടി ഇത് ഒരുക്കിയെടുക്കണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫിസിയോതെറാപ്പി, മുതിർന്നവർക്ക് എല്ലാവർക്കും വേണ്ടി, അത് നാട്ടുകാർക്കും കൂടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ്. ഡോക്ടർ ഫീസ് സർവീസ് നടത്തും. അതൊക്കെയാണ് ഇനി ഇതെല്ലാം സൗജന്യമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് അങ്ങയുടെ ആഗ്രഹം അല്ലേ? ഇനി 2 ആഗ്രഹങ്ങൾ ഉള്ളത് ഇതാണ്. പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് പോവുള്ളൂ. ഞാൻ മനുഷ്യൻ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. ഞാൻ ദൈവത്തോടാണ് വിശ്വസ്തത പുലർത്തണം. ഞാൻ ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ പരിശ്രമിക്കണം. ഇപ്പം എല്ലാം നമുക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല അത്, പക്ഷേ ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സമയത്ത് ദൈവം ആ വചനം, ഏതെങ്കിലുമൊക്കെ വചനം തരും. ഇപ്പോൾ ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടീനെ, ഗർഭിണിയായ ഒരു കുട്ടി വന്നോളൂ. അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ എല്ലാവരും അത് അബോർഷൻ ചെയ്യണമെന്ന് പറയണം. പറഞ്ഞാൽ അത് അവിഹിതമായിട്ടുള്ളതല്ലോ? ഇല്ലില്ല. പിന്നെ അപ്പോൾ രോഗാവസ്ഥയിൽ എന്തോ കുട്ടി അങ്ങനെ നല്ലൊരവസ്ഥയായിരുന്നില്ല. അപ്പോൾ ദൈവമേ ഞാൻ എന്താ പറയേണ്ടത് എന്നിങ്ങനെ പ്രാർത്ഥിച്ച് മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് യെശയ്യാ 66 അതെനിക്ക് കാണിച്ചു തരും. 66:9 ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ മനസ്സിൽ വരും. അങ്ങനെ വരും. അതെനിക്കൊരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ 66:9. അപ്പം ഇതിൻ്റെ വചനം ഇതാണ്: ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിക്കാതിരിക്കുമോ, ഗർഭപാത്രം അടച്ചു കളയും. അതും 66 മൊത്തം അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് പറഞ്ഞു കൊടുത്ത്, അതായത് ഈ ഗർഭിണിയായ കുട്ടിയോട്, ഈ നോർമൽ പ്രസവം സാധ്യമല്ലാത്ത ഈ കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുന്ന ഈ പെൺകുട്ടിയോട് ഇത് പറഞ്ഞു, ഈ വചനം പറഞ്ഞു കൊടുത്തു. അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളത് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ആ കൊച്ച് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? കൊച്ച് നോർമൽ ഡെലിവറി സംഭവിച്ചു. ഇന്നും ഒരു പ്രശ്നം, കൊച്ചിന് തള്ളയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനമാക്കി വചനത്തെ വിശ്വസിച്ചാൽ
പണ്ട് ഇതുപോലെ അപ്പൊ ഇത് വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് നമുക്ക് ഇതൊന്ന് പ്രത്യേകമായിട്ടൊന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലും ജീവിതത്തിലെ ഏത് അത് സന്തോഷത്തിൻ്റെ ആകട്ടെ ദുഃഖത്തിൻ്റെ ആകട്ടെ ഏത് സാഹചര്യത്തിലും ഇതിനെല്ലാം പറ്റിയ വചനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ വചനം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാൽ അത് വിശ്വസിച്ച്, ചുമ്മാ വെറുതെ വായും കൊണ്ട് പറയുകയല്ല, ഹൃദയത്തിൽ വിശ്വസിച്ച് അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ച് നമ്മളത് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പോൾ പീറ്റർ ചേട്ടൻ പറഞ്ഞ ആ ഒരു അനുഭവം, അതായത് പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുന്ന ആകപ്പട വിഷയങ്ങൾ. എന്നാൽ ഏഷ്യ 66:9 വാക്യം പറഞ്ഞു കൊടുത്തപ്പോൾ, ആ വാക്യം അവൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നോർമലായിട്ടുള്ള ഒരു സുഖപ്രസവം അവൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ഇതുപോലെ നമ്മുടെയൊക്കെ പെൺമക്കൾ, സഹോദരിമാരൊക്കെ പ്രസവമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അത് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് അത് ആവർത്തിച്ച് പറയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഈ പെൺകുട്ടി പിന്നീട് സന്തോഷമായിട്ട് പോയി. ഇത് ഭൗതിക നേട്ടമാണ്. പക്ഷെ ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ വിഷയം. എൻ്റെ ആത്മാവ് അത് സ്വർഗത്തിലെത്തിക്കുവാൻ ഞാൻ തന്നെ പ്രവർത്തിക്കണം. അതായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത്. വേറൊരു ആവശ്യമായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട. ഇപ്പം ഇന്ന് യേശുക്രിസ്തുവിന് ഉപയോഗിക്കുന്നതിന് കോളേജിൽ പോകാൻ, ജോലിക്ക്, രോഗത്തിന്, അത് തന്നെയാണല്ലോ ധ്യാനം കൂടാൻ പോകുന്നത് തന്നെ. അപ്പൊ എനിക്ക് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണല്ലോ. 130 ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്ന്, അല്ലേ, നമ്മൾക്ക് 130 ധ്യാനകേന്ദ്രങ്ങൾ അതുകൊണ്ട് അവിടെ എല്ലാം ചെല്ലുന്ന ആൾക്കാർ എന്തിനു വേണ്ടി? ആവശ്യത്തിന്, ആത്മരക്ഷയ്ക്ക് വേണ്ടി എത്ര പേര് ചെല്ലുന്നുണ്ട്? നമ്മൾ ആത്മരക്ഷയിലേക്ക് മാറണ്ടേ? കുട്ടികളെ അത് പഠിപ്പിക്കണ്ടേ? നമ്മുടെ സമൂഹം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പ്രത്യേകിച്ച് ശരിക്കും പീറ്റർ ചേട്ടാ, അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഈ ധ്യാനങ്ങളും കൺവെൻഷനുകളൊക്കെ ഇത്രയും നടന്നിട്ടുണ്ടെങ്കിലും എത്ര പേര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശരിയായ അവബോധം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അടുത്ത നാളിൽ ചെറിയൊരു ട്രോളെന്ന് വേണേൽ പറയാം. ഒരു സംഗതിയുണ്ട്. അതായത് ഒരു വൈദികൻ നിന്നുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അച്ഛൻ ചോദിക്കുന്നു, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം കൈവക്കുക. അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ മുഴുവൻ കൈവക്കും. അച്ഛൻ്റെ അടുത്ത ചോദ്യം, ഏറ്റവും ആദ്യം പോകാൻ താല്പര്യമുള്ളവർ കൈവക്കുക. ആർക്കും പോകണ്ട. അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ? കാരണം സ്വർഗം ഭൂമിയിൽ വെച്ച് കരസ്ഥമാക്കി പോണം. അവിടെ ചെന്ന് വിധിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ചെന്ന് ഒരു ഒഴിവില്ല. അവിടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. കർത്താവ് ഇത് ചെയ്തിട്ടുണ്ട ചോദിച്ചാൽ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞാൽ പീറ്റർ പറയുന്ന ഇതാണ്, ഈ നമ്മളിവിടെ വെച്ച് തന്നെ നമ്മുടെ നിത്യത നമ്മൾ ഉറപ്പാക്കണമെന്നുള്ളതാണ്. അതങ്ങ് മുകളിൽ ചെന്നേച്ച് മേടിച്ചെടുക്കാനുള്ള വിധിയല്ലേ. നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഈ നിത്യത കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് സാധ്യമാക്കണമെന്നാണ്. അതെ, കാരണം അവിടെ ചെല്ലുമ്പോൾ വിധിയാണ്. ഇപ്പം നമ്മൾ ലോകത്തിൽ കോടിതരം പോയിക്കുമ്പോൾ ഒരു വിധിയല്ലേ അവിടെ. ഒന്നില്ലെങ്കിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. അതുപോലെ തന്നെയല്ലേ അവിടെയും. അല്ല, ഇവിടെ വെച്ച് ഇത് സാധ്യമാക്കണമെങ്കിൽ, ഈ നിത്യത ഉറപ്പ് വരുത്തണമെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ പ്രമാണങ്ങൾ, നമ്മുടെ ചട്ടങ്ങൾ, നമ്മുടെ കൽപ്പനകൾ പാലിക്കണം. കാരണം ധനവാനും ലാസറിന്റെ ഉപമയിൽ കിടപ്പുണ്ടത്. ധനവാൻ പറയേണ്ട ഞാൻ അനിയം. അപ്പൊ പറയണ എന്താണ്? മോശമുണ്ട്, അവിടെ നിയമങ്ങളുണ്ട്, എല്ലാമുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പം നമ്മളത് നോക്കാതെ നമ്മളെ യേശുക്രിസ്തുവിനെ ഇപ്പം മാറ്റി അങ്ങാട്ട്. നമ്മൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഇന്ന് ഒരു വശം അധപതനത്തിലേക്ക് പോണേണ്. നമുക്ക് യേശുവിനെ വേണ്ട, ആത്മരക്ഷ വേണ്ട, ബാക്കിയെല്ലാം വേണം, ഇല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തി. അപ്പം ഞാനിനി എൻ്റെ അടുത്ത ഒരു നീക്കം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ 7ാം സ്റ്റാൻഡേർഡ് തുടങ്ങി 12ാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് നമ്മുടെ പള്ളിയിൽ നമ്മളുടെ അവസ്ഥയിൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതായത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അവർ നടക്കേണ്ട വഴികളെ കാണിച്ചു കൊടുക്കുക. കാരണം ഇന്ന് അവർ ഓടണേ, അവർ വേണ്ടാത്ത സ്ഥലത്തോട്ട് ഓടണം. അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് വിവാഹബന്ധം മതി. തോബിത്തിൻ്റെ പുസ്തകത്തിൽ എവിടെ പറഞ്ഞേക്കുന്നത്? നിന്റെ ചർച്ചക്കാരുടെ ഇടയിൽ നിന്ന് വിവാഹം കഴിക്കാനാണ് പറഞ്ഞേക്കണം. 2 കൊരിന്ത്യസിലോട്ട് വരുമ്പോൾ ബലിയും ബലിയാലുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? പക്ഷെ ആ ബന്ധം മതിയെന്ന് നമ്മൾ മാതാപിതാക്കൾ അതിന് കൂട്ടി നിൽക്കണം. ഈ വചനം അറിഞ്ഞെങ്കിൽ അവർ മാതാപിതാക്കൾ അത് സമ്മതിക്കില്ല. ഒരു കൊച്ചുണ്ടെങ്കിലും ഇന്നൊരു കൊച്ച് ആരെങ്കിലും സ്നേഹിച്ചു വന്നാൽ അതിനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമില്ല, കെട്ടിച്ചു കൊടുക്കണേ. പക്ഷേ
ഞാൻ പല വിവാഹം ഇങ്ങനെ കണ്ടു. ഞാൻ ഒരാൾ രോഗിയായിട്ട് മാറണേന്ന് ഈ ബന്ധത്തിൽ. അപ്പം അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നിന്ന് കൊടുക്കണം. നമ്മളുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണ്ടേ. അപ്പം അതൊരു ഒരു പുരോഹിതനോ ഒരു സിസ്റ്ററോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധം ശക്തമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ അവയർനെസ് കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതെ, എൻ്റെ തീർച്ചയായ അഭിപ്രായം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുകയും ചെയ്യും. കാരണം ലോകം മുഴുവൻ നടന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ അടുത്ത തലമുറക്ക് നമ്മൾ വിശ്വാസം പകർന്നു കൊടുത്തില്ലെങ്കിൽ യേശുക്രിസ്തു വരുമ്പോൾ വിശ്വാസം ഉണ്ടാവുമെന്ന് വചനത്തിൽ ചോദിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു വരുമ്പോൾ ക്രിസ്ത്യാനി ഉണ്ടാവുമോ? ഉണ്ടാവും, ക്രിസ്ത്യാനി പോക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം ക്രൈസ്തവ വിശ്വാസം പാടെ തകർന്നു പോയ എത്രയോ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മളിലേക്കും സംഭവിച്ചു. നമ്മളിപ്പോൾ ഇവിടുന്ന് ഓടണേണ്. എന്തോരം മാതാപിതാക്കളെ വീട്ടിൽ തനിച്ചായിരുന്നു. കാരണം നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കും. വചനം അറിയാമെങ്കിൽ നമ്മളിവിടെ നിൽക്കും. നമ്മൾ മുറുകെ പിടിക്കും. കാരണം ഒരു വീട്ടിലെ കാര്യം ഓർമ്മയപ്പോൾ എനിക്ക് വന്നു. ഒരു 22 വയസ്സുള്ള ഒരു കൊച്ച്, ശുഭ എന്ന് പേരുണ്ട്, ഒരു കൊച്ചാണ്. അത് കിറ്റക്സിലെവിടെ ജോലിക്ക് വന്നതാണ്. പേടേന്ദ്രത്ത് പിതാവ് വഴി ആർട്ടിസ്റ്റിന് അറിഞ്ഞ് ക്യാൻസറായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു തൊണ്ടയിൽ. പഴുത്തിട്ട് ഡോക്ടർമാർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അന്ന് മുരിങ്ങൂര് കത്തിക്കുന്ന സമയമാണ്. മുരിങ്ങൂര് കൊണ്ടുപോയി. മുരിങ്ങൂര് കൊണ്ട് ആ ആഴ്ചയിൽ തന്നെ ആ കൊച്ചിന് സൗഖ്യം കിട്ടി. ശുഭ എന്ന് പറഞ്ഞ കൊച്ചു വചനം കേട്ടതാണ്. ആ ആഴ്ചയിൽ തന്നെ ഇങ്ങോട്ട് ജനറൽ ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഡോക്ടർ അൻസാർ സാറ് ഇങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഇതെന്ത് സംഭവിച്ചത്? മുരിങ്ങൂര് പോയി ധ്യാനം കൂടിയാണ്. അത് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ഇങ്ങനെ നിൽക്കണേ. ഡോക്ടറിന് നമ്മളുടെ കയ്യിൽ വിശ്വാസമുള്ള ഒരാളാണ്. ബൈബിളൊക്കെ അറിയാവുന്ന, വചനം അറിയാവുന്ന ഒരാളാണ്. മുസ്ലിം ആണെങ്കിലും പുള്ളി ആ ഒരു അവസ്ഥയിൽ പോകണം. പക്ഷെ ഡോക്ടർ ഇങ്ങനെ സ്തംഭിച്ചു പോയി. ഇതെങ്ങനെ സംഭവിച്ചു? പരിപൂർണമായിട്ട് ഈ ക്യാൻസർ രോഗി സൗഖ്യം? കാരണം നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എപ്പോഴാണ് ചെല്ലണം? എല്ലാം വന്ന് അവസാനം ഓടിച്ചെല്ലും. ഈ രോഗം വരുമ്പോൾ നീ സഭയിലെ ശ്രേഷ്ഠനെ വിളിക്ക്, തലേ കൈ വെച്ച് പ്രാർത്ഥിക്കട്ടെ, ഇതൊന്ന് പരീക്ഷിക്ക്. നമ്മൾ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് എല്ലാവരും ഒഴിവാക്കുമ്പോഴാണ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ഈ രോഗമെല്ലാം യേശുവിനെ സൗഖ്യപ്പെടുത്താൻ പറ്റും ബോധ്യം. ചികിത്സ വേണം. ഈ ഡോക്ടർമാരെയും ബിഷഗുരന്മാരെ പഴയ നിയമത്തിലുണ്ട്. ബിഷഗുരന്മാരെ ഞാനാണ് നിയമിച്ച. ഡോക്ടറിനെ നമ്മൾ പോകണ്ടെന്നുള്ളതിനർത്ഥം. പക്ഷെ ആദ്യം നമ്മൾ ആരുടെ പോകണം? നമ്മുടെ വൈദ്യൻ്റെ ചെല്ലണ്ടേ? അത് എത്ര പേര് ചെല്ലുന്നുണ്ട്? അതായത് അങ്ങ് പറയുന്നത് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാൽ ആദ്യം നമ്മളായിട്ട് അത് പരിഹരിക്കാൻ ഓടാതെ അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ വിഷയത്തിൽ ദൈവം ഒരു ഇടപെടലുണ്ടാകും. കാരണം ക്രിസ്തീയ ജീവിതം സഹനത്തിൻ്റെ, ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സഹനം ആരംഭിച്ച് അത് വെച്ച് തരും. അത് നമ്മൾ സ്വീകരിക്കാതെ നമ്മൾ ഓടാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അത് സ്വീകരിച്ചിട്ട് കർത്താവിന് കൊടുക്കുക. എനിക്ക് വേദന വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ചോദിക്കും, എന്നിട്ട് കർത്താവിന് തന്നെ കൊടുക്കുക. അപ്പോൾ ആ വേദന എൻ്റെ അടുത്ത് പോകും. അത് നമുക്ക് വരുന്ന വിഷയങ്ങളൊന്നും തന്നെ നമ്മൾ കൈവെക്കാറില്ല, അങ്ങോട്ട് കൊടുക്കും. നമുക്ക് വരുന്ന ഈ രജിസ്റ്റേർഡ് ലെറ്റർ നമ്മൾ എഴുതി ഒപ്പിട്ട് മേടിക്കാറില്ല, അങ്ങോട്ട് കൊടുക്കും. നമ്മളങ്ങ് തിരിച്ചു വിട്ടേക്കും. കുറച്ച് സ്വീകരിച്ചിട്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ, ഇപ്പോൾ ഈ മുട്ടിൻ്റെ ഒക്കെ ഇപ്പോൾ മുട്ട് മാറ്റി വെച്ചേക്കണേ, ജനറൽ ഹോസ്പിറ്റലിൽ മാറ്റി വെച്ചു. കുറേ നാൾ നല്ല വേദനയായിരുന്നു. അത് ഞാൻ ഈ ഒരു സഹനത്തിൻ്റെ സ്വീകരിച്ചാണ്. ഇപ്പോൾ സിറിൽ സാർ ഒരു 10 വർഷം മുമ്പ് എന്നോട് പറഞ്ഞത് ചെയ്യണമെന്ന്. ഇപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരാതിയില്ലാതെ സ്വീകരിക്കണ്ടേ? ക്രിസ്തു അതല്ലേ നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പൊ ജീവിതത്തിലെ സഹനങ്ങളെയൊക്കെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ രക്തത്തിന്റെ സംരക്ഷണം ചോദിക്കും. നമുക്ക് വളരെ എളുപ്പമായിട്ട് മാറുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണം ചോദിക്കണം. എടുത്തു ചോദിക്കണം, അങ്ങയുടെ കാൽവരി ചിന്ത ഒരു തുള്ളി തിരുരക്തമെങ്കിലും എൻ്റെ മേൽ ഒഴുക്കണമേ. ഇത് നമുക്ക് വേണ്ടല്ല. നമ്മളെല്ലാം മാറിപ്പോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഓടണേ. അത് സ്വീകരിക്കുന്നു. ക്യാൻസർ രോഗി ആദ്യം അറിയുമ്പോൾ ദൈവമേ ഞാനത് സ്വീകരിച്ചു, ഞാൻ ഏറ്റെടുത്തു, എന്നിട്ട് കർത്താവിന് തന്നെ അത് കൊടുക്കാം. വിശ്വാസം വേണം. അപ്പം അബ്രാഹത്തിൻ്റെ വിശ്വാസം വരണം. നമ്മൾ ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കണം, അവരെ ബോധവാന്മാരാക്കി തീർക്കണം എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുവേണ്ടി അങ്ങ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയണമെന്നുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു സമൂഹം ആയിക്കോട്ടെ, അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ വിശ്വാസം അവർ കൊടുക്കണേ. നമ്മളത് എത്ര കൊടുക്കുന്നുണ്ട്, വചനം എത്ര കൊടുക്കുന്നുണ്ട്,
നമ്മളും ചെറിയ ക്ലാസ് മുതൽ തന്നെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചു നമ്മൾ സൺഡേ സ്കൂളിൽ എന്തായിരുന്നു പഠിപ്പിക്കണം? വചനം പൂർണ്ണമായിട്ട് പഠിപ്പിക്കുക. വചനത്തെക്കുറിച്ച് പറ. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് ആ കാര്യത്തിൽ എവിടെയോ ഒരു പരാതിയുണ്ട്, സംഭവിച്ചെന്നാണ്. എനിക്കും പരാതിയുണ്ട് അതിൽ. കാരണം കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് ഇപ്പോൾ ഒരു 10 വചനം അറിയാവുന്ന എത്ര കുട്ടികളുണ്ടാവും? കാറ്റഗിസം പഠിപ്പിക്കണല്ലോ നമ്മൾ. ഒരു 10 വചനം അറിയാവുന്ന എത്ര കുട്ടികളുണ്ട്? പോട്ടെ, നമ്മുടെ നമസ്കാരങ്ങൾ അറിയാവുന്ന എത്ര കുട്ടികളുണ്ട്? ഇല്ല. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വന്നു കഴിയുമ്പോൾ ഞാനത് മനസ്സിലാക്കിയ ഒരു വലിയൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഹൗസ് സർജൻസി ഡോക്ടർമാർ അവിടെ ഒരു വർഷത്തെ ട്രെയിനിങ് അവിടെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് വരുമ്പോൾ 120 പേരാണ് ഒരു ബാച്ചിലുള്ളത്. നമ്മുടെ കുട്ടികൾ കൂടി ഒരു 5-6 പേരുണ്ടാവും. അത് പാലാ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലുമൊക്കെ. ബാക്കി എവിടെ പോയി നമ്മുടെ പിള്ളേർ? ഈ ഡോക്ടറാകാത്ത എന്തേ, കളക്ടർ എന്തേ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്താം? ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, രാഷ്ട്രീയത്തില് എല്ലാം നമ്മുടെ മക്കള് പിന്തള്ളപ്പെട്ടു. ഇത്രയും ശക്തമായ ദൈവത്തിന്റെ മക്കളെ ഇവിടെ ഒന്നുമില്ല. വളരെ വളരെ ചെറിയൊരംശം. അത് നമുക്ക് സഭയും ചേർന്ന് നിന്നാലേ മാത്രമേ അത് സംഭവിക്കുള്ളൂ, നടക്കുള്ളൂ, അല്ലേ? അപ്പോൾ ആ മേഖലയിൽ നമുക്ക് ചെയ്യാവുന്ന, ഇപ്പം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വെക്കേഷൻ ടൈമിൽ 7ാം സ്റ്റാൻഡേർഡ് തുടങ്ങി 12ാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വചന വിരുന്നൊരുക്കാം. നമ്മളുടെ അവസ്ഥകൾ നമ്മൾ പറയാം, അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചോളാം. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം ഇനി നിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, യേശുക്രിസ്തു വരുമ്പോൾ അവർ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? യേശുവിൽ വിശ്വസിക്കുന്നവരായി ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം അങ്ങേക്കുണ്ട്. അതെ. ഇപ്പോഴത്തെ പോക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികം കാലം നമുക്കിവിടെ മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതെ, കാരണം അതല്ലേ അനുഭവം. സത്യം പറഞ്ഞാൽ ഇപ്പം ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല പിള്ളേർ. അച്ഛന്മാർ പറഞ്ഞാലും കളിയാക്കിക്കൊണ്ട് അവർ പോകണേ, സിസ്റ്റേഴ്സ് പറഞ്ഞാലും അവരെ കളിയാക്കിക്കൊണ്ട് പോകണേ. മാതാപിതാക്കൾക്ക് ഇതൊന്നും സമയമില്ല അവർക്ക് കൊടുക്കാൻ. അവർക്ക് എൻജിനീയറും ഡോക്ടറും ആകണം. യേശുവിനെ അറിഞ്ഞാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കളെ അവസാന കാലഘട്ടത്തിൽ അനാഥാലയത്തിലായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പീറ്ററിയേട്ടൻ്റെ ഈ ഉദ്യമം, അങ്ങയുടെ ഈ തീക്ഷ്ണമായ ആഗ്രഹം ഇതെല്ലാം കർത്താവ് സാധ്യമാക്കി തരട്ടെ. കർത്താവിൻ്റെ 2ാം വരവിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരായി ഒരു വലിയ ഗണം ഇവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. നിശ്ചയമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ, അങ്ങയുടെ ദർശനങ്ങൾ, അങ്ങയുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ പങ്കുവെച്ച് കൊടുക്കുവാൻ ഈ ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഈ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ, അതോടൊപ്പം തന്നെ വീടിനോട് ചേർന്ന് അങ്ങ് നടത്തുന്ന ഈ പാലിയേറ്റീവ് കെയർ, ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തിയത്. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അങ്ങയുടെ ശുശ്രൂഷകളെ, അങ്ങയുടെ കുടുംബജീവിതത്തെ, പ്രത്യേകിച്ച് ഇപ്പോൾ പട്ടം സ്വീകരിക്കാനായിട്ട് പോകുന്ന മൂത്ത മകൻ്റെ ജീവിതത്തിൽ എല്ലാം കർത്താവിൻ്റെ സമൃദ്ധമായ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തീപിടിച്ച മറ്റൊരു ശുശ്രൂഷകൻ്റെ ജീവിത അനുഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.